അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും നിലപാടുകൾ ലോകത്തെ ഒരു മൂന്നാം മഹാലോകയുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്. റഷ്യക്കെതിരെ ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചതോടെ തിരിച്ചടിക്കുമെന്ന പുടിന്റെ മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയത്തിൽ ആശങ്കയുടെ കഴുനിഴൽ വീഴ്ത്തി. സൈനിക ശേഷിയുടെയും സഖ്യകക്ഷികളുടെയും കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് ഈ സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇതൊരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങാതെ ആഗോളതലത്തിൽ ഒരു വലിയ യുദ്ധമായി മാറുമോ എന്ന ഭയത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ. US റഷ്യ സംഘർഷത്തിന്റെ സൈനിക വശം. US നാറ്റോ സഖ്യം ഒരു വശത്തും റഷ്യ മറുവശത്തും അണിനിരക്കുന്ന ഈ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കും വ്യക്തമായ സൈനിക തന്ത്രങ്ങളുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വർഷങ്ങളോളം യുദ്ധങ്ങൾ നടത്തി പരിചയമുള്ള ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. US-ൽ ആണവാക്രമണം നടത്താനും അതിന്റെ ഭവിഷ്യത്തുകൾ വർഷങ്ങളോളം അമേരിക്കയെ ദുരിതത്തിലാഴ്ത്താനും പുടിന് കഴിയും. റഷ്യ അടുത്തിടെ നിർമ്മാണം ആരംഭിച്ച ഹൈപ്പർസോണിക് മിസൈലുകൾ ഈ ഭീഷണിക്ക് ആക്കം കൂട്ടുന്നു. ശബ്ദത്തേക്കാൾ 10 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നതും 6 പോർമുനകളുള്ളതായ ഈ മിസൈലുകൾ നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയുക ഏറെക്കുറെ അസാധ്യമാണ്. ഇതിനു മറുപടിയായി അമേരിക്കയും സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ അതിർത്തിക്ക് സമീപം 2 ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിച്ച് ട്രംപിന്റെ പ്രഖ്യാപനം ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ പക്കലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഹൈപ്പർസോണിക് മിസൈലുകൾ നേരിടാൻ പ്രാപ്തരാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ആണവശക്തിയുടെയും സൈനിക സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ ആഗോളതലത്തിൽ മറ്റൊരു രാജ്യവും അടുത്തെങ്ങും എത്തുന്നില്ല. ഈ സൈനിക ശേഷി തന്നെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്നത്. US റഷ്യ സംഘർഷം ലോകരാഷ്ട്രങ്ങളെ വ്യക്തമായ 2 ചേരികളായി തിരിക്കുന്നു. റഷ്യയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. റഷ്യയുടെ സഖ്യകക്ഷികളായ ബെലാറസ്, ഉത്തര കൊറിയ എന്നിവർ റഷ്യക്ക് സൈനിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബെലാറസിന്റെ സൈന്യത്തെ US-നെതിരെ വിന്യസിക്കുമെന്ന് പ്രഖ്യാപിച്ചതിൽ പിന്നാലെ ഉത്തര കൊറിയ 30,000 പട്ടാളക്കാരെ വരെ റഷ്യയിലേക്ക് അയക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതേസമയം നാറ്റോ സഖ്യത്തിലെ അംഗമായിരുന്നിട്ടും ഹംഗറി റഷ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ യുക്രൈന് ആയുധം നൽകുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാടിനെ ശക്തമായി എതിർത്തിരുന്നു. US യുക്രൈൻ നൽകുന്ന ആയുധങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പണം നൽകണമെന്ന ട്രംപിന്റെ ന്യായമായ ചോദ്യം വിക്ടർ ഓർബാൻ ഉയർത്തി. ഇത് നാറ്റോ സഖ്യത്തിൽ തന്നെ വലിയ ഭിന്നതകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചൈനയും റഷ്യയെ മാനസികമായി പിന്തുണയ്ക്കുന്നു. റഷ്യക്ക് പിന്നാലെ തങ്ങളായിരിക്കും അടുത്ത ലക്ഷ്യമെന്ന് ചൈന ഭയപ്പെടുന്നു. ചൈനയെ അമേരിക്ക ഒരു പ്രധാന ഭീഷണിയായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെയുള്ള നീക്കങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ആഗോള ചേർതിരിവ് ഒരു വലിയ സംഘർഷത്തിന്റെ സൂചന നൽകുന്നു. ട്രംപിന്റെ അന്ത്യശാസനവും യുദ്ധസാധ്യതയും യുക്രൈനുമായി 10 ദിവസത്തിനകം സമാധാനമുണ്ടാക്കുകയില്ലെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ഒരാഴ്ച മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ അന്ത്യശാസനത്തിൽ റഷ്യ വഴങ്ങാൻ സാധ്യതയില്ല. റഷ്യയുടെ ശക്തമായ നിലപാട് യുക്രൈൻ ഭാഗം കൂട്ടിച്ചേർത്ത് ഒരു ബഫർ സോൺ സ്ഥാപിക്കുന്നു എന്നതാണ്. ഈ ആവശ്യം അംഗീകരിക്കാതെ യുക്രൈനെതിരെ യുദ്ധം റഷ്യ അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. ട്രംപിന്റെ ഈ നീക്കങ്ങൾ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് ഒരു വാദമുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടികളെ പ്രമുഖർക്ക് കാഴ്ചവെച്ച അധികാരവും പണവും നേടിയിരുന്ന സ്റ്റേറ്റിലേക്ക് ട്രംപ് പോയിരുന്നുവെന്നതിന് ചില തെളിവുകൾ ലഭിച്ചതായി സൂചനയുണ്ട്. ഈ ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും താനൊരു ശക്തനായ നേതാവാണെന്ന് കാണിക്കാനും ട്രംപ് വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും നിലപാടുകൾ US-ന്റെ ഭീഷണികൾക്ക് ഇന്ത്യയും ചൈനയും ശക്തമായി മറുപടി നൽകി. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുന്നതിനാൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപിന്റെ ഭീഷണിക്ക് ഇന്ത്യ തിരിച്ചടിച്ചു.